ഹായ്. ഇന്ന് ഇൻഫോസിസിന്റെ സഹസ്ഥാപനമായിട്ടുള്ള NR നാരായണമൂർത്തി ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയുണ്ടായി. ഇന്ത്യൻ തൊഴിലാളികൾ ആഴ്ചയിൽ 70 മണിക്കൂർ പണിയെടുക്കണമെന്നും ഇന്ത്യയിലെ പോവർട്ടി മാറ്റുന്നതിന് ഇത് അനിവാര്യമാണെന്നും അതുപോലെ തന്നെ ചൈനീസ് തൊഴിലാളികൾ ഇന്ത്യൻ തൊഴിലാളികളെക്കാൾ 3.5 ടൈംസ് പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ചോദ്യം ഇതല്ല. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഈ പറഞ്ഞ വിനോദം തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ പല കമ്പനികളിലും നടക്കാറില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ ജീവിക്കുന്നത് പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതും സ്വന്തം കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കേണ്ടതും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ഹാപ്പിനെസ്സിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറഞ്ഞ കമ്പനി വളരണ്ട എന്നല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാൾ കൂടുതൽ ഇരിക്കുന്നില്ല എന്ന് ആരും തന്നെ പറയുന്നത്. ഇങ്ങനെ നിർബന്ധപൂർവ്വം 70 മണിക്കൂർ പണിയെടുക്കുന്നത് പറയുന്നതൊക്കെ എത്രത്തോളം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ സ്വന്തം പേഴ്സണൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിനും സ്വന്തം ഈ പറഞ്ഞ ഫിനാൻഷ്യലി ബെറ്റർ ആവുന്നതിന് വേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നത്. ഈ 70 അവേഴ്സ് പണിയെടുക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ശമ്പളം കൂടുന്ന ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ പറഞ്ഞ 70 അവേഴ്സ് വർക്കിംഗ് എന്നൊരു സംഭവത്തെ പറ്റി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലോകത്തുള്ള പല കമ്പനികളും ആഴ്ചയിൽ 4 ദിവസം വർക്കിംഗ് ഒരു കോൺസെപ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. ഒപ്പം തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക.